കമലെടുത്തി വൈദ്യരെ വിളിക്കാണ്. എന്താ കമലെടുത്തി ഈ രാത്രിയില്? അല്ല, ആ കുലീനെ കുറിച്ചുള്ള വിശേഷങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഏയ്, ഞാനൊന്നും അറിയുന്നില്ല. പിള്ളേരെയൊക്കെ വിളിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നൊക്കെയുണ്ട്, വീഡിയോ കോളും ചെയ്യുന്നുണ്ട്. ബാലമ്മിന് രാത്രിയില് അതിനായിരിക്കില്ല പരിപാടി എന്ന് പറയുമ്പോ അവളെ മനുവിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അവൻ ഇന്ന് എറണാകുളത്ത് വന്ന പാടെ അവളെ ഫോൺ ചെയ്തോണ്ടിരിക്കുക. ഇതുവരെ കട്ടാക്കിയില്ല. മുമ്പേ ഞാൻ നോക്കിയപ്പോ വീഡിയോ കോൾ വിളിച്ച് കണ്ടോണ്ടിരിക്കുക. ഇവക്ക് നാണമാനൊന്നും ഇല്ലേ? എത്ര പറഞ്ഞാലും അവളെ കേൾക്കില്ല. എന്റെ പൊന്നു കമലെടുത്തി, അവളങ്ങനെ ഇവിടെ മുട്ട പോകുന്ന പരിപാടിയൊന്നും ഇല്ല. ഇത്രയും സ്വത്ത് മുതലൊക്കെ കിടക്കല്ലേ, പിന്നെ എങ്ങനെ അവൾ അതൊക്കെ ഉപേക്ഷിച്ച് പോകും? അനാഥയായിട്ട് വന്ന കയറിയവളല്ലേ. അവക്ക് 10-16 ലക്ഷം രൂപയുടെ സ്വർണവും മുതലൊക്കെയാണ് ബാലൻ കൊടുത്തുവിട്ടത്. മനു എന്തൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? പിന്നെ ശിവേട്ടനും ഗംഗേട്ടനും രാജീവനും എല്ലാവരും എന്തൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോൾ കമല പറയാണ്, നീ ഒരു കാര്യം അറിഞ്ഞോ? ഈ ശിവേട്ടനും ഗംഗേട്ടനും അതുപോലെ രാജീവനും കൂടി 30 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിൽ ഇട്ടു കൊടുത്തു. 30 ലക്ഷം രൂപയോ? എന്തൊക്കെയാ കമലെടുത്തി പറയണേ? അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഈയിടയ്ക്ക് ശിവേട്ടൻ്റെ ബാങ്ക് ട്രാൻസ്ഫറിൽ ഞാൻ കണ്ടതാ. അനിയുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അത് ഏത് സമയത്താണെന്ന് അറിയാമോ? നീ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ? അവളെ അവര് തട്ടിക്കൊണ്ടുപോകാനൊക്കെ പ്ലാൻ ചെയ്തില്ലേ? ആ സമയത്താണ് ഈ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അവരെന്തിനായിരിക്കും 30 ലക്ഷം രൂപ അവൾക്ക് കൊടുത്തത്? അത് മാത്രമല്ല, അവളെ അന്ന് തട്ടിക്കൊണ്ടുപോകാനിരിക്കുകയായിരുന്നല്ലോ. തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അതിനുശേഷമാണ് പെട്ടെന്ന് അയാൾക്ക് മനമാറ്റം ഉണ്ടായത്. ഈ കാശും കൊടുത്തത് എന്തിന്റെ പേരിലായിരിക്കും അത് എന്നൊക്കെ പറയുമ്പം ആർക്കറിയാം? അവളല്ലേ ആള്. എന്തൊക്കെയാ തീരുമാനിച്ചേക്കുന്നതെന്നും എന്തൊക്കെയാ ചെയ്തു കൂട്ടിയേക്കുന്നതെന്നൊക്കെ ആർക്കറിയാൻ പറ്റും എന്ന് പറയുമ്പം ഇതെന്തായാലും എല്ലാത്തിലും അത്ഭുതം തന്നെയാ. അവള് കാണിച്ചു കൂട്ടുന്നത്. ഇവിടെ വന്ന് എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും അവളെ കയ്യിലെടുത്തു. അവിടെ ഉള്ള ആണുങ്ങളെയും അമ്മേനെ സഹിതം അവളെ കയ്യിലെടുത്തില്ലേ? ഇപ്പൊ എവിടെ തണ്ടക്ക് പോയേക്കാണ്. പോയവരെ വരുമെന്നാണ് എൻ്റെ പേടിയെന്ന് വൈജി പറയുമ്പോ കമല പറയുന്നുണ്ട്, ഒട്ടും സംശയിക്കണ്ട, അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും. ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെയുള്ള എല്ലാവരെയും അവൾ ഒരു മെരുക്കിയെടുത്തതല്ലേ. പിന്നെ അവൾ അത്ര പെട്ടെന്ന് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാ കമലെടുത്ത് പറഞ്ഞത്. എന്തായാലും മനുവിനെ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ ഒരു ദിവസം മനുവിന്റെ കയ്യും പിടിച്ചവൾ അങ്ങോട്ടേക്ക് കയറി വരും. അന്നാ കഴിഞ്ഞ് അവളുടെ വെട്ടും. അതാ ഞാൻ പറഞ്ഞത്. അവളെ മനുവിനെ ഏത് നേരം വിളിച്ചോണ്ടിരിക്കുകയാണ്. അവിടുന്ന് പോയിട്ടും അവൾക്കൊരു സമാധാനമില്ല. എൻ്റെ മോനെ വളച്ച് കയ്യിലാക്കാനാണ് അവളുടെ പരിപാടി. എൻ്റെ പൊന്നെ ഏട്ടത്തി, ശ്രദ്ധിച്ചാ ഏട്ടത്തിക്ക് കൊള്ളാം. പിന്നിപ്പോ എന്തായാലും രോഹിത്തിനോട് അങ്ങനെയുള്ള കൊഞ്ചുകൊള്ളൊന്നും ഇല്ല. എല്ലാവരോടും ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിക്കുന്നത്. ഇവളുടെ അവക്ക് ബാലനെ മതി, അവളുടെ മനുവിനെ ഒന്ന് സൂക്ഷിച്ചിരുന്നോ എന്ന് പറയുമ്പോ ശരി ശരി, ഞാനൊന്ന് പറയാനാ വിളിച്ചത്. നീ ഒന്ന് സൂക്ഷിച്ചോ. ബാലനിപ്പോ വീഡിയോ കോളിലായിരിക്കും. മനുവിന്റെ സെക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പോ ബാലനായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിലേ രണ്ടുപേരും തമ്മില് വേറെ ബന്ധമുണ്ടെന്ന് ഒന്ന് കണ്ടുപിടിച്ചു വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കമല ഫോൺ കിട്ടാക്കാണ്. ശേഷം വൈജ മുറിൽക്കൂടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. കമല പറഞ്ഞത് ശരിയാണ്. പല സമയത്തും അവൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. മനുവാണ് അവളുടെ ലക്ഷ്യം. അതുപോലെ ബാലേന്ദ്രനും. ബാലന്റെ കയ്യിൽ 19 ലക്ഷം രൂപ കിട്ടി. സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ. മുഴുവനും കൂടി 45 ലക്ഷം രൂപയോളം 6 മാസം കൊണ്ട് അവൾ സമ്പാദിച്ചു. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം മനു ആയിരിക്കും. തിരികെ വന്നാൽ ബാലൻ കട സഹിതം എഴുതി കൊടുക്കാനും ഒരു മടിയില്ല. സ്വർണ്ണക്കടയല്ലേ, അയാള് എന്തുമാത്രം കൊടുത്തു കാണുമെന്ന് ആർക്കറിയാം? എന്റെ അറിവിൽ ഇത്രയേ ഉള്ളൂ. ഇനി എന്തൊക്കെ കൊടുത്തു കാണും എന്ന് ഓർക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബാലന്റെ മുറിയില് സംസാരം കേൾക്കുന്നുണ്ട്. പതിയെ പതിയെ വൈജ അങ്ങോട്ടേക്ക് കയറിച്ചില്ല കേട്ടോ. ലൈറ്റുകളെല്ലാം ഓഫാക്കിയിരിക്കുകയാണ്. എല്ലാവരും കിടന്നു. അങ്ങനെ വൈജ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും ബാലൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കോൾ ചെയ്യാണ്. മോളെ, എന്തെടുക്ക അവിടെ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ലച്ചാ, ഞാനിവിടെ കിടന്നു. ആണോ? ഞങ്ങളും കിടന്നു. അല്ല, ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അപ്പോ അലീന അവിടുത്തെ വിശേഷമൊക്കെ പറയാണ്. ഇതുപോലെ പൗലോസായിട്ട് ഇന്നും ഉടക്കുണ്ടാക്കി. പൗലോസ് കള്ളക്കടത്ത് മാത്രമല്ല പല പരിപാടികളും അവിടെ കാണിക്കുന്നുണ്ട്. അയാളുടെ വീടാണെന്നാണ് അയാളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാണ്. അലീന പറഞ്ഞൊന്നും വൈജയ്ക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഒന്നുകൂടി കാതോർത്ത് നിൽക്കാണ് വൈജ. അല്ല, നിന്റെ പപ്പ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ പപ്പയോടുണ്ടച്ചാ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോ ഞാനൊന്ന് മെരുക്കി എടുത്തിരിക്കുക. സമരമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ വശത്തല്ലേ. അല്ല, പൊന്നൂര് നിലരും വന്നിട്ട് എന്തായി? അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്നും ആയില്ല.
വന്ന പാടെ എല്ലാവരും നാണം കെട്ട് തിരിച്ചുപോയി. അത്ര തന്നെ. പപ്പയുടെ മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും നായ്ക്കളുടെ കാര്യങ്ങളും എല്ലാം പറയാണ്. രേവതിക്കുട്ടിയുടെയും ഗ്രേസുമ്മയുടെയും അതുപോലെ ആൻസിയുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അലീന ഷെറിന്റെ കാര്യം പറഞ്ഞത്. അച്ഛാ, എന്നെ പോലെ തന്നെ ഒരു അനാഥക്കുട്ടി ആ കുടുംബത്തിൽ നിന്ന് വേറെയുണ്ട്. അതാരാ മോളെ? അതാരാണെന്നും നമുക്കറിയില്ല. പക്ഷെ അവിടുത്തെ എൻ്റെ പപ്പായുടെ ഏറ്റവും ഇളയ സഹോദരിയാണ് റാണി ആൻറ്റി. റാണി ആൻറ്റി ഒരു പയ്യനായിട്ട് സ്നേഹത്തിലായിരുന്നു. അവർ വിവാഹമൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന ആ സമയത്ത് ആ പയ്യന് ഒരു ആക്സിഡൻ്റായി മരിച്ചുപോയി. റാണി ആൻറ്റി ആ സമയം ഗർഭിണിയായിരുന്നു. ശേഷം ആ കുഞ്ഞിനെ ആലുവ പ്രസവിപ്പിച്ചതിന് ശേഷം ആ ചേച്ചിനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിച്ചു. ആ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കി. ഇപ്പം അത് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അത് അറിഞ്ഞോട് കൂടിയിട്ട് ആ ചേച്ചിക്ക് ഭ്രാന്തായി. ഇപ്പോഴുണ്ട് ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുക. ഇങ്ങനെയുള്ള കുടുംബത്തിലൊക്കെ ഇത് തന്നെയാണോ മോളെ നടക്കാറ്? ആ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തതെങ്കിൽ അവൾ സന്തോഷമായിട്ട് ജീവിക്കില്ലായിരുന്നോ? ഇതിപ്പോ വീണ്ടും വേറൊരു ഇതും കൂടെ ആവാനായിട്ട്. അയാൾക്ക് നിന്നെ നഷ്ടപ്പെട്ടു, അതുപോലെ ഇപ്പോ റാണിക്കും അവളുടെ കുഞ്ഞ് നഷ്ടമായില്ലേ? അതും ഒരു പെൺകുഞ്ഞാച്ച എന്നല്ല സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇത് വൈജ പുറത്തുനിന്ന് കേൾക്കാണ്. അവളുടെ പപ്പയോ? അതാരായിരിക്കും? ഇയാളെ അച്ഛനാണല്ലോ വിളിക്കണത്. അതുപോലെ അവിടെ ചെന്നപ്പം ഒരു പപ്പയെ കണ്ടെത്തി കാണും. ഇനി അവന്റെ മുതലും സ്വത്തുമായിരിക്കും അവൾ മേടിക്കാൻ പോണേ. അവളുടെ കുടുംബവും അയാൾ നശിപ്പിക്കും. അയാളുടെ കുടുംബത്തിലെ ഭാര്യ മക്കളെല്ലാം അവൾ വെറുപ്പിക്കും എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പുറകോട്ട് നീങ്ങിയപ്പോ അവിടെ നിന്ന് ഫ്ലവർ വൈസ് വീട്ടും തട്ടി താഴെ വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വൈജ ഒന്നും അറിയാത്ത പോലെ സ്റ്റെയർ ഇറങ്ങി താഴെ റൂമിലേക്ക് പോവാണ്. സൗണ്ട് കേട്ട് ബാലൻ ആരാണെന്നറിയാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പം ആരെയും കാണുന്നില്ല. എന്നാൽ ഫ്ലവർ വേസ് മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഒന്നുകൂടി എല്ലായിടത്തും നോക്കിയതിന് ശേഷം ആരെങ്കിലും ഉണ്ടോ നോക്കുമ്പം ആരെയും കണ്ടില്ല. അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്താച്ചാ, എന്താ പറ്റിയേ? പൂച്ചയാണെന്ന് സംശയം. ഫ്ലവർ വേസ് മറിഞ്ഞു കിടക്കുന്നു. നമ്മുടെ വീട്ടിൽ പൂച്ചയോ? അടുക്കള വരെ കയറി വരാറുണ്ട്, അല്ലാതെ വരാറൊന്നുമില്ല. നമുക്ക് മതിലിട്ടേക്കുന്നല്ലാച്ചാ പിന്നെ എങ്ങനെ പൂച്ച വരുന്നത്? ഗേറ്റ് കിടന്ന് വന്നതായിരിക്കും മോളെ. അത് ശരിയാ, അതിലെ കിടാൻ എളുപ്പമാ. 2 കള്ളിപ്പൂച്ച ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മതിൽ ചാടാനും അവർക്ക് മടിയൊന്നും ഇല്ല മോളെ, ചാടിക്കയറിയെങ്കിൽ പോരും എന്നൊക്കെ വാലിനും അലിനെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈജ പിറ്റേ ദിവസം രാവിലെ കമലയെ കോൾ ചെയ്യുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാ, പാതിരാത്രിയിലും അയാളെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ അവള് പറഞ്ഞു കേട്ടു അവൾക്കവിടെ ഇതിൽ പപ്പയുണ്ടെന്ന്. ബാലൻ ചോദിക്കുന്ന കേട്ടു, നിന്റെ പപ്പ എന്ത് പറയണമെന്ന്. അതിന്റെ അർത്ഥം വേറൊന്നും അല്ല, അവൾ അവിടെ പോയപ്പോ ഇവിടെ ബാലചന്ദ്രനെ അച്ഛനാക്കി വെച്ചിരുന്നല്ലോ. അതുപോലെ അവിടെ ചെന്നപ്പം ഒരുത്തനെ പപ്പയാക്കി വെച്ചിട്ടുണ്ട്. അവളുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു പോണമല്ലോ. അതുകൊണ്ട് ഇനി അവിടെയും പ്രശ്നമാക്കി ഉണ്ടാക്കി ആ കുടുംബം അവളെ തല്ലിപ്പിരിക്കും. എന്നിട്ട് അയാളുടെ കിട്ടാളെല്ലാം വാങ്ങിച്ചുകൊണ്ട് അടുത്തടുത്തേക്ക് പോകും. ഇവളുടെ ജോലി ഇത് തന്നെയാണോ? നമുക്കിതൊരു വാർത്തയാക്കി കൊടുത്താലോ എന്ന് പറയുമ്പം കമല പറയാണ്, നീ പറഞ്ഞത് ശരിയാ, ഇവളെ പോലെ ഫ്രോഡിനെയൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എന്തൊരു മനുഷ്യസ്ത്രീ അവള്. 23 വയസ്സേ ഉള്ളെങ്കിലും 14 വയസ്സുള്ളവരെ ഇതല്ലേ കാണിക്കുന്നവള് എന്നൊക്കെ കമലയും പറയാണ്. കമല ചോദിക്കുന്നുണ്ട്, അവളിപ്പോൾ ഏത് സ്ഥലത്താണെന്ന് നിനക്കറിയോ? കൊളത്തൂപ്പുഴ എന്നൊരു സ്ഥലമാണ് പറഞ്ഞത്. അവിടെ ഒരു പ്ലാന്ററുടെ വീട്ടിലാണെന്ന് പറഞ്ഞു. 150 ഏക്കറോളം സ്ഥലമുള്ള ഒരു പ്ലാന്ററാ. വലിയ കോടീശ്വരനായിരിക്കുമല്ലോ. അവളങ്ങനെ നോക്കിയാലേ അവളെ പിടിക്കുള്ളൂ, പുളിങ്കമ്പല്ലേ അവളെ പിടിക്കുള്ളൂ. അങ്ങനെയാകുമ്പോൾ കുറെ കാശിപ്പിക്കാമല്ലോ. അവിടുത്തെ അക്കൗണ്ടൻ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ആർക്കറിയാം, ഇനിയിപ്പോൾ അയാളെ കൂടെ വിളിച്ച് അവളെ കുപ്പിയിലാക്കി കാണും. നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോയാലോ വൈജയ്? എന്തിന്? അവിടെ പോയിട്ട് അവളുടെ ചെകിടം നോക്കി 2 പൊട്ടിക്കാം. എന്നിട്ട് അവിടുത്തെ അയാളുടെ ഭാര്യയുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കാം ഇവളുടെ സ്വഭാവം ഇതാണെന്ന്, അവളെ സൂക്ഷിച്ചോളാൻ. എന്തിന്? എന്നിട്ട് നമ്മൾ ഇവിടുത്തുകാര് നമ്മളെ പറയാനോ? ഇല്ല വൈജയ്, നമുക്ക് നോക്കാം. നിന്റെ ഭർത്താവാണല്ലോ അവളെ അവിടെ കൊണ്ടാക്കിയത്. അപ്പോൾ ബാലിനറിയാവുന്ന ആരോ ആണ് അയാള്. അതുകൊണ്ടാണ് ഇപ്പോൾ ബാലിനും കൂടി വശമായി കാണും. ഇവിടെ വെച്ച് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. ബാലിനിടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലോ? ബാലൻ മാത്രമല്ല മനുവും പോകുന്നുണ്ട് എന്ന് പറയുമ്പം കമല പറയാണ്, അതിൻ്റെ വർത്താനം നീ പറഞ്ഞേ? മനു ഇതിൽ പോയിന്ന് ഞാൻ കേട്ടിട്ടില്ല. ആർക്കറിയാം എൻ്റെ കമലയെടുത്തി ഇവരെയൊക്കെ സ്വഭാവം നമുക്കറിയോ? പിന്നെ അവളല്ലേ ആള്, വിളിച്ചു ചേർത്തും എവിടെ പോയാലും എന്നൊക്കെ രണ്ടുപേരും സംസാരിക്കാണ്. നീ എന്തായാലും ഇന്ന് രാത്രിയില് ബാലൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്.
ചിലപ്പോ അറിഞ്ഞാലോ അവൾ എവിടെയാണ് പ്രോപ്പറായിട്ടുള്ള സ്ഥലമെന്ന് വേറെ ആരോട് ചോദിച്ചാലും ആർക്കും അറിയില്ലല്ലോ. ഇല്ല, അതാ കമലേട്ടത്തി എനിക്ക് സംശയം. പിള്ളേരാണെങ്കിലോ ബാലനോട് കുറെ തവണയായി പറഞ്ഞു അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ അയാളെ കൊണ്ടുപോകാൻ കൂട്ടാക്കുന്നില്ല. അഡ്രസ്സ് ചോദിച്ചിട്ട് അതും കൊടുക്കുന്നില്ല. പിള്ളേർ ചോദിക്കുമ്പോഴെല്ലാം ഓരോ മുട്ടാത്തിറക്കോ ന്യായമൊക്കെ പറഞ്ഞ് ബാലന് ഒഴിഞ്ഞു മാറുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിനെന്തോ കള്ളത്തിലുണ്ടെന്ന്. കള്ളല്ലെങ്കിൽ പിന്നെ അയാൾക്ക് ആ അഡ്രസ്സ് കൊടുത്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബാലനും അങ്ങനെ കമലയും വൈജയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രിയില് കമല വൈജയോട് പറഞ്ഞിട്ടുണ്ട്, എന്താണെങ്കിലും നീ പോയി രാത്രി പോയെന്ന് നോക്ക്, എങ്ങനെയെങ്കിലും അഡ്രസ്സ് ഇട്ട് നോക്ക്, രണ്ടുപേരും തമ്മിൽ എന്ത് സംസാരിക്കുന്ന അറിയാലോ. ഓ, ഇന്നലെ പോയി നോക്കിയപ്പോൾ തന്നെ ഒരു ഫ്ലവർ വൈസ് താഴെ പോയി, കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ഇന്നും കൂടി പോയി പിടിക്കപ്പെട്ട ആകെപ്പാടെ നാണക്കെടാവും. നീ ശ്രദ്ധിക്കണം. നീ ശ്രദ്ധിച്ച് ചെയ്താൽ മതിയല്ലോ, വേറെവിടെ അല്ലല്ലോ, നിന്റെ വീട്ടിലല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാത്രി അവൻ കാത്തിരിക്കുകയാണ് വൈജ. രാത്രിയായപ്പോ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് എല്ലാവരും പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ ലൈറ്റില്ലാടുത്ത് ഓഫ് ആകുമ്പോൾ ബാലൻ അവളെ വിളിക്കുമെന്ന് ഇവക്കറിയാം. അങ്ങനെ വൈജ പതുങ്ങി നേരെ ബാലന്റെ മുറിയുടെ വാതിക്കോ നിൽക്കാണ്. പറഞ്ഞതുപോലെ തന്നെ ബാലൻ അലിനെ കോളുന്നിരിക്കാണ്. അച്ഛാ, എന്തെടുക്കാം? ഞാൻ കിടക്കാൻ പോവായിരുന്നു മോളെ. എന്ത് ചെയ്യാനാ, പിന്നെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു, അതിനു മുമ്പിലായിരുന്നു. അപ്പോഴാ മോൾ വിളിച്ചത്. പറ, എന്തൊക്കെയുണ്ട് ഇന്ന് അവിടുത്തെ വിശേഷം? ഇവിടെ എന്ത് വിശേഷം അച്ഛാ? എന്നത്തെ പോലെ തന്നെ. പിന്നെ ഷെർണിച്ചിന്റെ കാര്യത്തില് കുറച്ച് പുരോഗമനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി എവിടെയാണെന്ന് ചെറിയ സൂചനയൊക്കെ കിട്ടി. ആണോ? അത് നല്ല കാര്യമാണല്ലോ. അല്ല, പപ്പ നിന്നെ സഹായിക്കുന്നുണ്ടോ? ഉണ്ട്, പപ്പയായിപ്പോ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത്. കാരണം എന്നെ പണം നഷ്ടപ്പെട്ടതല്ലേ, ഓർഫനേജിലാക്കി ഇത്രയും വർഷം എൻ്റെ പപ്പയ്ക്ക് എന്നെ കാണാനായില്ലല്ലോ. ആ ഒരു സങ്കടം പപ്പയുടെ മനസ്സിലുണ്ട്. അതുപോലെ ഒരു കുഞ്ഞിനെ കൂടി സംഭവിക്കരുതെന്ന് കരുതിയാ പപ്പയിപ്പോ ഇതിലിറങ്ങി തിരിച്ചത്. എന്തായാലും ചെറിയ കുഞ്ഞിനെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂന്നാ പപ്പ പറയണത് എന്ന് പറയുമ്പം ആ നല്ല കാര്യമാ. എത്രയോ അനാഥ കുട്ടികളാ ഓരോ ദിവസവും ഇങ്ങനെയാവണത്. ഇവർക്കൊക്കെ എങ്കിൽ പിന്നെ പ്രസവിക്കാതിരുന്നാ പോരെ? പ്രസവിച്ച് കൊണ്ട് തള്ളിക്കളന്ന് എന്തിനാ? ഇല്ലാത്തവർക്ക് കൊടുത്താ പോരെ എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ വൈജി ഓർക്കാണ് ഇവൾ ആരുടെ കാര്യം പറഞ്ഞേ, ആരെ പ്രസവിച്ചു, 6 ഓർഫനേജില് എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കാണ്. അല്ല, എന്ത് പറയുന്നു റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് ബാലൻ ചോദിക്കുന്നത് കേട്ട് വൈജ ഒന്ന് അടങ്ങി വിറയ്ക്കുന്നുണ്ട്. പപ്പ ഇവിടെ തന്നെ ഉണ്ട്, ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചലിപ്പിക്കുന്നതനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയാണ് എന്റെ പപ്പ. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. കുടിയൊക്കെ കുറച്ചു, അത് ഞാൻ പറഞ്ഞില്ലേ, കുടി കുറച്ചു. എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. പോണുള്ളവർക്ക് വരും. ഇപ്പൊ അടഞ്ഞുകൂടി ഈ വീട്ടിലിരിക്കുന്ന ഒരാളെ അല്ല എൻ്റെ പപ്പ എന്ന് പറയുമ്പം ഇത് കേട്ട് വൈജ ഞെട്ടി വരച്ച് വാതിക്കെ നിൽക്കാണ്. അലീന തോരാതെ തന്റെ പപ്പ എന്ന് പറയുന്നുണ്ട്. അതുപോലെ താൻ ഓർഫനേജിലായിരുന്നെന്നും തന്റെ പപ്പയ്ക്ക് ഞാൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ബാലൻ ചോദിക്കുകയാണ് സ്റ്റാലി പപ്പായെന്ന്. അപ്പൊ ബാലന് സ്റ്റാലി ജോസഫ് ആരാണെന്നറിയോ? അലീന സ്റ്റാലിയോടുള്ള ബന്ധം എന്താ? അങ്ങനെയൊക്കെ 100,000 ചോദ്യങ്ങൾ അലീനയുടെ മനസ്സിലുണ്ട്. വൈജിയുടെ മനസ്സിലുണ്ട്. വൈജി അങ്ങനെ മുറിയിലേക്ക് പോവാണ്. കേട്ടൊന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ബാലൻ സ്റ്റാലിനി തന്നെയല്ലേ പറഞ്ഞത്? അതെ, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് തന്നെയാണ് ബാലൻ പറഞ്ഞത്. അതുപോലെ അലീന തന്റെ പപ്പ എന്നല്ലേ വിളിച്ചത്? അതെ, അതും ശരി തന്നെ. താൻ ഓർഫനേജിലായിരുന്ന കാലം തന്നെ പപ്പ തന്നെ പപ്പ അറിഞ്ഞിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ അനാഥയെ പോലെ താൻ ജീവിക്കേണ്ടി വന്നത് എന്നൊക്കെ അവൾ പറഞ്ഞത് സ്റ്റാലിയെ കുറിച്ചാണോ എന്നൊക്കെ വൈജിക്ക് ആകെപ്പാടെ സംശയാന്നുണ്ട്. ബാലനോട് പോയി തനിക്ക് ചോദിക്കാൻ കഴിയില്ലല്ലോ. തന്റെ മുൻ കാമുകനല്ലേ സ്റ്റാൻലി ജോസഫ്. തനിക്കതിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം കാണാൻ ബാലനറിഞ്ഞ എല്ലാം അവസാനിച്ചു എന്ന് വൈജി ഓർക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ അറിയാൻ സാധിക്കും എന്ന് വൈജി ഓർക്കാണ്. ഇതിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റുള്ളൂ. വൈജിക്ക് ആകെപ്പാടെ പേടിയാവുന്നുണ്ട്. കാലും കൈയൊക്കെ വിറയ്ക്കാണ്. ഈ സമയത്ത് വൈജ മനുവിനെ കോൾ ചെയ്യുന്നുണ്ട്. മനു, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ആന്റി? അല്ല, വൈജി അലീന ഇപ്പോ എങ്ങോട്ടേക്കാ പോയേക്കുന്നത്? എന്ത്? അല്ല, വൈജി അലീന ഇപ്പോ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ, കൊളത്തുപുഴയ്ക്ക്. അത് ആരുടെ വീടാ? അത് ഒരു മിലിറ്ററിക്കാരനാ, പിന്നെ ഒരു പ്ലാന്ററാ. നിനക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലേ? ഇല്ല, അറിയില്ല. അല്ല, ബാലനല്ലേ അവളെ അവിടെ കൊണ്ടാക്കിയത്? അതെ ആന്റി, ബാലനെങ്കിലാ. അല്ല, ഞാനിപ്പോ
ഞാനിപ്പോ ചെറിയ ന്യൂസ് അറിഞ്ഞു. ആ അത് പിന്നെ എന്താ ആടി അറിഞ്ഞ കാര്യം പറ. ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാണ്. മനു വീണ്ടും വിളിക്കുമ്പോഴേക്കും കോള് കട്ടാക്കി വിടുന്നുണ്ട്. മനു ഓർക്കാണ് ആന്റിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായോ. സ്റ്റാലിൻ ചോദിച്ചല്ലോ, മിലിറ്ററിക്കാരനാണെന്ന് പറഞ്ഞു. ഇനി സ്റ്റാൻലി പപ്പ എങ്ങനാണെന്ന് ആന്റി അറിഞ്ഞു കാണുമെന്ന് മനു ഓർക്കുന്നുണ്ട്. വീണ്ടും വിളിക്കുമ്പം അവള് വീണ്ടും കട്ടാക്കി വിടുന്നുണ്ട്. ഇതിന് കറക്റ്റായിട്ട് ആള് ഗംഗേട്ടനാണെന്ന് വൈജി ഓർക്കാണ്. വൈജി അപ്പോൾ തന്നെ ഗംഗേട്ടനെ കോള് ചെയ്യുമ്പം എന്താ വൈജി ഈ രാത്രിയിൽ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം പേടിക്കണ്ട, ഇവിടൊന്നും പറ്റിയിട്ടില്ല, എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. അതിനീ പാതിരാത്രിക്കാണോ നീ കോള് ചെയ്യേണ്ടത്? നിനക്ക് പകല് വിളിച്ചൂടെ? എന്റെ ചേട്ടാ, അറിയേണ്ട കാര്യങ്ങൾ അപ്പൊ അറിയണ്ട ഗംഗേട്ടാ, അതുകൊണ്ടിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത്. ബാലൻ അവളുമായിട്ട് ഫോണിൽ സംസാരിക്കായിരുന്നു. ഞാൻ പിന്നിൽ നിന്ന് പോയി അത് ശ്രദ്ധിച്ചു കേട്ടു. ആ സമയത്ത് ബാലൻ അവളോട് ചോദിക്കുന്നു സ്റ്റാൻലി പപ്പ എവിടെയെന്ന്. അതിനാണെങ്കിൽ മറുപടിയായിട്ട് ഇവിടെ ഉണ്ടെന്നുള്ള പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്ര വർഷം പപ്പയ്ക്ക് നഷ്ടപ്പെട്ടുവെന്നും അനാഥാശ്രമത്തിലായിരുന്നെന്നും പപ്പയ്ക്ക് ഇപ്പം തിരിച്ചിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. റിട്ടൊരുക്കാളിൽ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്കാണ് അവൾ പോയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്താ കേട്ടാ ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് ചോദിക്കാണ്. അർത്ഥം എന്ന് ചോദിച്ചാ എനിക്ക് മനസ്സിലായില്ല, നീ എന്തായി പറയണേ? അല്ല, ബാലൻ എങ്ങനെയാ സ്റ്റാലിനെ കുറിച്ച് അറിഞ്ഞത്? ബാലന് സത്യങ്ങളൊക്കെ അറിയോ? അലീനെ എങ്ങനെയാ അവിടെ കൊണ്ട് ഏൽപ്പിച്ചത്? അലീനെ സ്റ്റാലിനോടുള്ള ബന്ധം എന്താ എന്നൊക്കെ ചോദിക്കാണ്. അത് പിന്നെ എന്ന് പറയുമ്പം എന്താ ഗംഗേട്ടൻ അറിയായിരുന്നോ? അത് എന്റെ പരിചയത്തിലുള്ള ഒരു മിലിറ്ററിക്കാരനുണ്ടെന്ന് ബാലനോട് ഞാനാ പറഞ്ഞത്. അങ്ങനെയാ ബാലൻ അവിടെ കൊണ്ട് ഏൽപ്പിച്ചത്. ഗംഗേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അങ്ങനെയാണെങ്കിൽ അലീന അവൾ എങ്ങനെയാ അയാളുമായിട്ട് ബന്ധം? അത് ബന്ധമൊന്നുമില്ല. പിന്നെ അവൾ ആശ്രമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ എന്തുകൊണ്ടാ? എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ഗംഗേട്ടൻ എന്തൊക്കെയോ മറയ്ക്കാ. നാളെ രാവിലെ തന്നെ ഗംഗേട്ടൻ ഇങ്ങോട്ടേക്ക് വരണം. രാവിലെ വരാനോ? ഞാനേ പാലയിലല്ല താമസിക്കുന്നത്, ഇവിടെ നീലഗിരിയില്ല. അത് നീ മറന്നുപോയോ? ഗംഗേട്ടാ, എനിക്കൊന്നും അറിയണ്ട. അല്ലേ ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് തിരിക്കും ഗംഗേട്ടനെ കാണാനായിട്ട്. ഗംഗേട്ടൻ നാളെ ഉച്ചയാകുമ്പോഴേക്കും എത്താൻ പറ്റുമല്ലോ? ഉച്ചയാകുമ്പോഴില്ല, നാളെ വൈകുന്നേരം ആകുമ്പം അങ്ങോട്ടേക്ക് എത്താൻ പറ്റും. ഞാൻ അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് എത്താം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ടാക്കാണ്. ഗംഗേട്ടനോട് വൈഫ് ചോദിക്കാണ്, ആരാ വൈജിയാണോ? അതെ. എന്താ ഈ രാത്രിയില്? ആർക്കറിയാം, അവക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം എല്ലാ ദിവസവും കാണല്ലോ. നിങ്ങളിപ്പോ നാളെ നാട്ടിലേക്ക് പോവാണോ? പോണം, അത്യാവശ്യമാണെന്നാ പറഞ്ഞത്. ഇനി എന്താണെന്ന് ആർക്കറിയാം. നാളെ രാവിലെ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗംഗേട്ടൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഏകദേശം സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും അവിടെ പാലയിലേക്ക് ഗംഗേട്ടൻ എത്തുകയാണ്. അന്നത്തെ ദിവസം വൈജ ഓഫീസിലേക്ക് പോലും പോയിട്ടില്ല. പിള്ളേർ ചോദിക്കുമ്പോൾ വയ്യാന്നൊക്കെയാണ് പറയണത്. ബാലേന്ദ്രനും ഈ മാറ്റമൊക്കെ കാണുന്നുണ്ട്. ആ രാവിലെയുള്ള വൈജ ആരോടും സംസാരിക്കുന്ന കൂടിയില്ല. അതുപോലെ കൃഷ്ണമോളും ബബിലിയൊക്കെ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മ എന്താന്നും മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല എന്ന് അപ്പോഴും മറുപടി പറയാണ്. അങ്ങനെ കോളേജിൽ പോയിട്ട് വന്നപ്പോഴും അമ്മയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ രാത്രിയായി, ഏകദേശം ഒരു 8 മണിയൊക്കെ ആവുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗേട്ടൻ പാലായിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് കൊല്ലപ്പള്ളി വീട്ടിലാണ് എത്തുന്നത്. വൈദ്യനെ ഫോൺ ചെയ്യാണ്. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഗംഗേട്ടാ ഇങ്ങോട്ട് വന്നാൽ പോരെന്ന് ചോദിക്കാണ്. അത് പിന്നെ ബാലിനോട് ഇല്ലേ? അതെ, ബാലിനോടുണ്ട്. പിന്നെ ഞാൻ വരുന്നത് അതിനിപ്പോ എന്താ? ഗംഗേട്ടൻ ആരോടാണോ ഇങ്ങോട്ടേക്ക് വരുന്നത്? അല്ല, വന്നു കഴിയുമ്പം അയാളുടെ വായി കയറി ഇറങ്ങണ്ടേ? നിങ്ങളെന്തിനാ അയാളുടെ വായി കയറി ഇറങ്ങാൻ നിൽക്കുന്നത്? ശരിക്ക് തിരിച്ചു പറയണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗംഗേട്ടനും ശിവേട്ടനും കൂടിയിട്ട് നേരെ നെടുമ്പുരക്കൽ വീട്ടിലേക്ക് വരികയാണ്. സമയം രാത്രിയായി. ഈ സമയത്ത് അവൻ അത്താഴമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാർ നിർത്തുന്നാണ്ട് ബാലൻ ചോദിക്കാണ്, അല്ല ഈ രാത്രി ഇതിപ്പോ ആരാ? കൃഷ്ണമോള് പറയുന്നുണ്ട്, ആരാന്നറിയില്ല അച്ഛാ, ഞാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോയി ഡോറ് തുറക്കുമ്പം ഗംഗാധരനെയും ശിവനെയും കാണുന്നുണ്ട്. ആഹാ, അങ്കിളുമാരോ? എന്താ ഈ രാത്രിയിലെ? ചുമ്മാ ഞാനിപ്പോഴാ വന്നത്, ഒന്ന് കണ്ടുപോകാന്ന് കരുതി എന്നും പറഞ്ഞ് കയറി വരുമ്പം ബാ കഴിക്കാന്ന് പറയുമ്പം ഞങ്ങൾ കഴിച്ചിട്ടാ മോൾ ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്ര, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുമ്പം എന്ത് വിശേഷം ഗംഗേട്ടാ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെന്ന് ഗംഗേട്ടൻ അറിയാലോ എന്ന് പറയാണ്. അല്ല, വൈജി എവിടെ? അമ്മ മുറിയില്ല, ആഹാരം കഴിച്ചിട്ടില്ല, വിളിച്ചിട്ട് വേണ്ടെന്നാ പറഞ്ഞത്, എന്താന്നറിയില്ല.
നിങ്ങളെന്ന് ചോദിച്ചു നോക്ക്, ആങ്ങളന്മാരല്ലേ എന്ന് കൃഷ്ണമോൾ പറയുമ്പം ശരി ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഞാൻ ഡോർ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ പറയാണ്, അതെന്താ പെട്ടെന്ന് അമ്മാവന് പെട്ടെന്ന് തന്നെ വന്നത്? അതും ഈ രാത്രിയിൽ വന്നുടനെ അങ്ങനെ വരാറില്ലല്ലോ, പിറ്റേന്ന് രാവിലെ വരാറുള്ളൂ. ആർക്കറിയാം, പെങ്ങളെ കാണാൻ വന്നതായിരിക്കും സ്നേഹനിധിയായ ആങ്ങളമാര് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് വൈചരികിലേക്ക് നമ്മുടെ ഗംഗേട്ടനും ശിവേട്ടനും കൂടി. എന്താ വൈജയ്, എന്താ പ്രശ്നം? ഈ രാത്രി തന്നെ വരാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? അപ്പോൾ നമ്മുടെ വൈജി ചോദിക്കാണ്, അല്ല ഗംഗേട്ടാ, എനിക്കൊരു കാര്യം അറിയണം. ഈ അലീന ഇപ്പൊ എവിടെയാ ഉള്ളത്? അതിപ്പോ നീ അറിഞ്ഞിട്ട് എന്തിനാ? അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. അലീന ഇവിടുന്ന് പോയി, നിനക്ക് സമാധാനമായല്ലോ? ഇല്ല, ഒരിക്കലും സമാധാനം ആവില്ല. ബാലേന്ദ്രൻ അവളെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടതാ. രാത്രിയിൽ അവളെ വീഡിയോ കോൾ ചെയ്യലാണ് പരിപാടി. അയാൾ മാത്രമല്ല, എൻ്റെ മക്കളും വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ അയാളുടെ വായിന്ന് ഒരു പേര് കേട്ടു. എന്ത് പേര്? സ്റ്റാൻലി ജോസഫ് എന്ന്. അപ്പോഴേക്കും ഗംഗേട്ടനും ശിവനും പരസ്പരം മുഖം നോക്കാണ്. നീ എന്തായി പറയുന്നത്? സ്റ്റാൻലി ജോസഫോ? അതെ, അലീനേനെ അവിടെ കൊണ്ടാണ് ആക്കിയിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കി. സ്റ്റാൻലി ജോസഫല്ലേ നിന്റെ പപ്പായെന്ന് അയാൾ ചോദിക്കുന്ന കേട്ടു. അതിനർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്താ ശിവേട്ട, എന്താ ഗംഗേട്ട അതിൻ്റെയൊക്കെ അർത്ഥം? നീ ഞങ്ങളോട് ചോദിച്ചാല് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്കത് വല്ല അറിയോ എന്ന് ചോദിക്കുമ്പം എങ്കിൽ പിന്നെ ഞാൻ ബാലേന്ദ്രനോട് ചോദിക്കാം, അതായിരിക്കും നല്ലത്. വേണ്ട വേണ്ട എന്ന് ശിവേട്ടൻ പറയുമ്പോൾ അപ്പോൾ ശിവേട്ടന് എന്തൊക്കെയോ അറിയാല്ലേ? അത് പിന്നെ എന്ന് പറയുമ്പോൾ പറ ശിവേട്ട, എന്താ ഇതിൻ്റെയൊക്കെ പിന്നില്? ആ അലീനെ കൊണ്ട് ഏൽപ്പിച്ചത് ആ സ്റ്റാൻഡിലെടുത്താണോ? ആ നീചനായ ആ സ്റ്റാൻഡിൻ്റെ അരികിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ, അലീനയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ ഉള്ളപ്പോൾ സ്റ്റാൻലിയാണോ അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്? സ്റ്റാലിയും അവളും കൂടിയുള്ള ഒത്തുകളിയാണോ ഇത് എന്നൊക്കെ ചോദിക്കാണ്. അങ്ങനെയെങ്കിൽ ബാലേന്ദ്രൻ എങ്ങനെ സ്റ്റാലിയെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുമ്പം ഗംഗേട്ടൻ പറയാണ്, അത് പിന്നെ നീ പേടിക്കുന്ന പോലൊന്നും അല്ല. ഇവിടുത്തെ ബാലേന്ദ്രനെ അവൾ അച്ഛാന്ന് വിളിച്ചില്ലേ, അതുപോലെ ഇവിടുത്തെ സ്റ്റാലിയെ അവൾ പപ്പാന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ. അനാഥക്കുട്ടിയായിരുന്നല്ലോ, അതുകൊണ്ട് അച്ഛൻ്റെ പ്രായമുള്ള ആരെ കണ്ടാലും അവൾ അങ്ങനെ വിളിക്കുകയുള്ളൂ. അമ്മയുടെ പ്രായമുള്ളവരെ കണ്ടാലും അമ്മേനെ വിളിക്കുകയുള്ളൂ. അതവളുടെ സ്നേഹം കൊണ്ടാ. പിന്നെ സ്നേഹം, അതൊക്കെ എനിക്ക് മനസ്സിലായതാ. എന്നെ കുടുംബം തകർത്തിട്ട് അവൾ പോയതല്ലേ. എനിക്കറിയണം സ്റ്റാലിൻ്റെ അരികിൽ അവൾ എങ്ങനെ ചെന്നേന്ന്. അത് പിന്നെ വേറൊന്നുമല്ല, മാമച്ചനടുത്തേക്ക് അയാൾ പറഞ്ഞിരുന്നു ഒരു ജോലിക്ക് ഇതുപോലൊരു ആളെ ആവശ്യമുണ്ടെന്ന്. ആ സമയത്ത് മാമച്ചനൊരു മിലിറ്ററിക്കാരനായിരുന്നല്ലോ. അയാളുടെ പരിചയത്തിലുള്ള ഒരാൾ വഴിയാ സ്റ്റാലിയുടെ കമ്പനിയിലേക്ക് ഒരു അക്കൗണ്ടിൻ്റെ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ബാലൻ സ്റ്റാലിയെക്കുറിച്ച് അറിയുന്നതും അവിടെ പോയി അന്വേഷിക്കുന്നതും. അന്വേഷിച്ചിട്ട് വന്നപ്പോൾ നല്ല സ്ഥലമാണെന്നും നല്ല ആൾക്കാരാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാ അലീനെ അങ്ങോട്ടേക്ക് ആക്കിയത്. അല്ല, അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്റ്റാലിനടുത്തേക്കാണെന്ന് നേരത്തെ അറിയാമായിരുന്നോ? അറിയാം, ബാലേന്ദ്രൻ ഞങ്ങളെ വിളിച്ചിരുന്നു. അലീനനെ ഇങ്ങനെ സ്റ്റാലി ജോസഫ് എന്നൊരു മിലിറ്ററിക്കാരൻ്റെ വീട്ടിലേക്ക് ആക്കാൻ പോവാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എന്നും പറഞ്ഞു. അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? അത് പിന്നെ അയാളുടെ കെയർ ഓഫിൽ ഇവിടെ കഴിഞ്ഞിരുന്ന ആളല്ലേ. ആ സമയത്ത് നീ കാരണമാണല്ലോ വഴക്കുണ്ടാക്കി അവളെ അങ്ങോട്ടേക്ക് ഉണ്ടാക്കാൻ പോയത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിലയിൽ ഞങ്ങളും അതിൽ ഇടപെടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്തിനാ അതിൽ ഇടപെടേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തൊക്കെയാണേലും കഴിഞ്ഞു പോയില്ലേ. അങ്ങനെയാ ഞങ്ങൾ അറിഞ്ഞത് സ്റ്റാലി ജോസഫിൻ്റെ വീട്ടിലേക്കാണെന്ന്. എങ്ങോട്ടേക്കാണെന്ന് ഞങ്ങൾ ചോദിച്ചു. ആ കുട്ടിയെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറയാ സ്റ്റാലി ജോസഫ് എന്നൊരു വീട്ടുകാരൻ്റെ വീട്ടിലേക്കാണെന്ന്. ഞങ്ങൾ പിന്നെ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അങ്ങോട്ടേക്ക് വിടണ്ടാന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ കാരണം ചോദിക്കില്ലേ? എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. സ്റ്റാലിൽ ഒരിക്കലും നിന്റെ കഥ പറയാൻ പോണില്ലല്ലോ, നിന്റെ പേരും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അറിയാനോ കാണാനോ ഒന്നും പോകുന്നുമില്ല. ബാലിനൊട്ട് അയാൾ അറിയാനും പോകുന്നില്ല എന്ന് കള്ളം പറയാണ് ഗംഗാധരൻ. അപ്പോഴാണ് നമ്മുടെ വൈജയ്ക്ക് ശ്വാസം നേരെ വീണത്. അപ്പോൾ സ്റ്റാലിയെ പപ്പാന്ന് വിളിക്കുന്നത് ചുമ്മാതാണെന്ന് അവൾ കരുതുന്നുണ്ട്. സ്റ്റാലി അവളെ പപ്പാന്ന വിളിക്കുന്നൊക്കെ അറിഞ്ഞപ്പോഴേ ഞാൻ ശരിക്കും അങ്ങ് പേടിച്ചു പോയി. കഥകിൻ്റെ വാതിക്കേന്ന് ഞാൻ ഒളിഞ്ഞു കേട്ടതാ രണ്ടുപേരെ സംസാരം. നിങ്ങളും അറിഞ്ഞു കാണുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. എന്തായാലും സംഭവം ഇങ്ങനെയൊക്കെ ആയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ആകെപ്പാടെ പെട്ടുപോയേനെ. 2 ദിവസം കൊണ്ട് ഞാൻ തീതിനുമായിരുന്നു. മനുവിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, എന്തൊക്കെയോ അവനറിയാം. ഇടയ്ക്കിടയ്ക്ക് അവനെന്നെ കുത്തിപ്പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയാണ്, ഒരിക്കൽ ഞാനും ഗംഗേട്ടനും കൂടി സംസാരിക്കുന്നത് അവൻ കേട്ടിരുന്നു. നിന്റെ കാര്യങ്ങളെല്ലാം അവനറിയാം.
ഞെട്ടലോട് കൂടിയിട്ട് വൈജി തിരിഞ്ഞു നോക്കാണ്. എന്ത്, മനുവിനറിയാവോ? അതെ, മനുവിന് നമ്മളുടെ കാര്യങ്ങളെല്ലാം അറിയാം. വെറുതെയല്ല അവൻ എന്നെ കളിയാക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. പല സമയത്തും അവൻ കുത്തുവാക്ക് പറയാറുണ്ട്. ഇപ്പോഴല്ലേ അതിന് സംഭവം മനസ്സിലായത്. അവനായിരിക്കും അലീനോടും പറഞ്ഞത്. ആ, ഒരുപക്ഷെ ആയിരിക്കും എന്ന് ശിവൻ പറയാണ്. ഒരുപക്ഷെ അല്ല, അവൻ തന്നെയാ എൻ്റെ രഹസ്യങ്ങൾ അവളോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടിപ്പോൾ അവളുടെ മുമ്പിൽ എനിക്ക് യാതൊരു വിലയില്ല. പോകാന്നേരം കൂടി അവൾ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും തുറന്നു പറയാൻ അവൾക്കൊരു മടിയില്ല എന്ന്. അതിനിട വെച്ച് കൊടുത്തത് ആ മനുവല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്തായാലും ഇവിടുന്ന് പോയല്ലോ. നീ ഇനി ബാലിൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്താനൊന്നും നിൽക്കണ്ട. വെറുതെ സ്റ്റാലി ജോസഫുമായിട്ടുള്ള കാര്യങ്ങളെങ്ങാണം അയാൾ അറിഞ്ഞ അതോടുകൂടി എല്ലാം തീർന്നു. അലീന അയാളോടെങ്ങാണം തൻ്റെ വീട്ടിൽ നിന്ന് ആ മേഡം ദുഷ്ടയാണെന്നും അവള് ഇതുപോലെ ആഗ്രഹിച്ചെന്ന് പ്രസവിച്ചതാണ് അങ്ങനത്തെ കഥകളെങ്ങാണം അവളോടെ വിളമ്പിയാലേ ഈ സ്റ്റാലിനും തിരിച്ച് അയാളുടെ കഥകളങ്ങ് വിളമ്പും. കൂട്ടിമുട്ടിച്ച് രണ്ടും ഒരാളെന്നെങ്ങാനും അവൾ അറിഞ്ഞാലേ എല്ലാം തീർന്നില്ലേ. അതുകൊണ്ട് നീ ഇനി കൂടുതൽ അങ്ങോട്ട് പുറകെ ചെയ്യാനൊന്നും ചെല്ലണ്ട. മനസ്സിലായല്ലോ? മനസ്സിലായോ നിങ്കേട്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞങ്ങൾ പോയിട്ട് വരട്ടെ, നീ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങാണ്. വൈജിക്ക് എപ്പോഴാണ് മനസ്സിന് ഒരു ആശ്വാസമാവുന്നത്. അങ്ങോട്ടേക്ക് വരുമ്പം ബാലൻ ചോദിക്കുകയാണ്, എന്തു പറ്റി രണ്ടുപേർക്കും പെങ്ങളോട് പെട്ടെന്നൊരു സ്നേഹം? പാതിരാത്രി തന്നെ കയറി വന്നിരിക്കുന്നു. അപ്പോഴേക്കും ബാലൻ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, ബാല, നീ രാത്രിയിൽ അവളെ വീഡിയോ കോൾ ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് വൈദ്യയുടെ പരാതി. അതെനിക്ക് മനസ്സിലായി. മിനിങ്ങാന്ന് രാത്രിയിൽ അവളിൽ ഒളിഞ്ഞെന്ന് കേൾക്കായിരുന്നു. ആ സമയത്തോടെ ഫ്ലവർ വൈസ് തട്ടി താഴെ പോയപ്പോൾ അവളിറങ്ങി ഓടുന്നതും ഞാൻ കണ്ടതാ. പിന്നെ മൈൻഡ് ചെയ്യാതെ ഞാനിങ്ങനെ കയറിപ്പോയിരുന്നു. അവൾ തന്നെയായിരുന്നില്ലേ അത്, ഇപ്പം ഞാനത് ഉറപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഒരെങ്കിലും ഇല്ല, അവളെ ഞാൻ എൻ്റെ മകളെ പോലെ സ്നേഹിക്കുന്നുണ്ട്. അവളെ എപ്പോൾ വിളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലാതെ ഇവളല്ല അത് തീരുമാനിക്കേണ്ടത്. അതിപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കൊടുത്തില്ലേ എന്ന് പറയുമ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. എന്നാൽ ശരി, അത്താഴം കഴിച്ചിട്ട് പോകാം. വേണ്ട, ഞങ്ങളെ കഴിച്ചു. എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ യാത്രയാക്കാണ്. ഈ സമയം ബാലനാണെങ്കിലോ ഓർക്കുന്നുണ്ട്. അതിനിടയിൽ സ്റ്റാലിൻ എന്നുള്ള പേര് പറഞ്ഞിരുന്നു. സ്റ്റാലിൻ ഇവിടെ മോളാണ് അലീന എന്ന് പറഞ്ഞിരുന്നു. അതൊന്നും എന്തായാലും വൈകി അറിഞ്ഞിട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് അയാൾക്ക് സമാധാനമാവുന്നുണ്ട്.